ഏറ്റവും വലിയ ജനാധിപത്യ മഹോത്സവത്തിന് വോട്ടെടുപ്പ് പ്രക്രിയയ്ക്ക് ഇന്ന് തുടക്കമായിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ജനം ഇന്ന് വിധിയെഴുതി തുടങ്ങി. 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിൽ 1625 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ ജനവിധി നേടുന്നത്. തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളും ഇന്ന് ബൂത്തിലേക്ക് എത്തും. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിന് മുന്നോടിയായി രാഷ്ട്രപതിയുടെ വീഡിയോ സന്ദേശവും അഭിവൃദ്ധിയും തുല്യതയുമുള്ള രാഷ്ട്ര നിർമ്മാണത്തിന് വോട്ടെടുക്കണമെന്ന് ദ്രൗപദി മുർമു ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ അത്തരം ആഹ്വാനം രാഷ്ട്രപതിയുടെ ഭാഗത്തുണ്ടായി. ഒപ്പം എല്ലാവരും കന്നി വോട്ടർമാർ ഉൾപ്പെടെ എല്ലാവരും തങ്ങളുടെ സംവിധാനാവകാശം വിനിയോഗിക്കണം. ഓരോ വോട്ടും ഏറെ നിർണായകമാണ്. രാഷ്ട്രത്തിൻ്റെ ഭാവിയെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായമാകുന്നതുകൊണ്ട് എല്ലാ വോട്ടർമാരും വോട്ട് ചെയ്യണമെന്ന ആഹ്വാനമായി പ്രധാനമന്ത്രിയുമൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ന് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. നമുക്ക് വളരെ വേഗം തമിഴ്നാട്ടിലേക്ക് ഒന്ന് പോകാം. തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഇന്ന് ആദ്യഘട്ട വോട്ടെടുപ്പിൽ രാജ്യത്തിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. സൗത്ത് ഇന്ത്യയിൽ പ്രധാനമായും ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് തമിഴ്നാട്ടിൽ എങ്ങനെയൊക്കെ ചലനം സംഭവിക്കും ഈ തിരഞ്ഞെടുപ്പ് എന്നതാണ്. കാരണം നിർണായകമായ തിരഞ്ഞെടുപ്പ് അവിടെ NDA സഖ്യം വളരെ ശക്തമായി മത്സരരംഗത്തേക്ക് കടന്നു വരുന്നു. അങ്ങനെ തമിഴ്നാട് ദക്ഷിണ ഭാരതത്തിൽ തിരഞ്ഞെടുപ്പിലേറെ നിർണായക ശക്തിയായി മാറുന്നതുകൊണ്ട് തന്നെ ഇന്ന് ഈ തിരഞ്ഞെടുപ്പിൽ ഉറ്റുനോക്കുന്ന വാശിയേറിയ മത്സരം നടക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. 31 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. തമിഴകത്തിൻ്റെ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന തിരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് NDA കേന്ദ്രങ്ങൾ പറയുന്നത്. അഖിൽ പാലോട്ടുമടം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഖിൽ കന്യാകുമാരിയിലാണ് ഉള്ളത്. കന്യാകുമാരിയിൽ പൊന്നാർ ഭാരതത്തിൻ്റെ ഇങ്ങേ അറ്റത്ത് 2014 താമര വിരിച്ച മണ്ഡലം. അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമാണ്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നൊക്കെ ഒരുപാട് തമിഴ്നാട് മാറിയിട്ടുണ്ട്. അണ്ണാമലയുടെ അധ്യക്ഷതയിൽ തമിഴ്നാട്ടിൽ ഉടനീളം സ്വാധീനമുണ്ടാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്നാൽ ദക്ഷിണ ഭാരതത്തിലേക്ക് BJP ഒരു ശക്തി കേന്ദ്രമായി തമിഴ്നാട് മാറുന്നു. അങ്ങനെ പുറത്തുനിന്ന് സർവേകളും ഒക്കെ അത്തരത്തിൽ സൂചന നൽകുന്നു. എന്താണ് ആദ്യ മണിക്കൂറുകളിലെ തമിഴ്നാടിൻ്റെ സ്പന്ദനം പോളിംഗിലെ അഖിൽ? ഉമേഷ്, എന്തായാലും ഗുഡ് മോർണിംഗ്. തമിഴ്നാട് ഇന്ന് ജനവിധി തേടുകയാണ്. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മഹോത്സവങ്ങളിൽ ഒന്നായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് തമിഴ്നാട് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ സൗത്ത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. 39 മണ്ഡലങ്ങളാണ് തമിഴ്നാട്ടിലുള്ളത്. കന്യാകുമാരിയും തിരുച്ചിയും തിരുനെൽവേലിയും അതുപോലെ കോയമ്പത്തൂരും വിരുദനഗറും ഒക്കെയായിട്ടുള്ള ഒരു മണ്ഡലമാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ കന്യാകുമാരിയിലാണ്. കന്യാകുമാരിയിൽ നാഗർകോവിലെ മണ്ഡലത്തിലാണ്, ഹൈസ്കൂളിലാണ് ഞാൻ നിൽക്കുന്നത്. SLB ഹൈസ്കൂളിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ ആണ് ഇപ്പോൾ കന്യാകുമാരിയിലെ NDA സ്ഥാനാർത്ഥി പൊൻ രാധാകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിരിക്കുന്നത്. അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചത് തന്നെ വലിയ സന്തോഷത്തോടു കൂടി തന്നെ വോട്ടർമാരെല്ലാം ഇവിടേക്ക് എത്തുന്നു, അവിടെ എത്തുന്നവരെല്ലാം തന്നെ വലിയ ആത്മവിശ്വാസം വച്ചു പുലർത്തുന്നുണ്ട് എന്നതാണ് അദ്ദേഹം നമ്മളോട് ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചത്. കാരണം അദ്ദേഹം പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 3 വർഷക്കാലത്തെ സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഒരു വിധിയെഴുത്ത് കൂടിയായിരിക്കും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ഉണ്ടാവുക. ആ തമിഴ്നാട്ടിലെ വിധിയെഴുത്ത് ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി തീരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കുമെന്നായിരുന്നു പൊൻ രാധാകൃഷ്ണന്റെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. 9.18 ലക്ഷം കന്നി വോട്ടർമാരുൾപ്പെടെ 9.16 കോടി ജനതയാണ് തമിഴ്നാട്ടിൽ ഇന്ന് പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുക. ഏകദേശം ഒരു നമുക്ക് അറിയാൻ സാധിക്കുന്നതിനനുസരിച്ച് 54,014 പോളിംഗ് സ്റ്റേഷനിലായിട്ടാണ് ഇവരെല്ലാവരും വോട്ട് രേഖപ്പെടുത്തുന്നത്. അതിൽ ഏകദേശം 8050 പ്രശ്നബാധിത ബൂത്തുകളും 181 അതീവ തീവ്ര പ്രശ്നബാധിത ബൂത്തുകളും സംസ്ഥാനത്തുണ്ട് എന്നും സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. 1.5 ലക്ഷം പോലീസ് ഉദ്യോഗസ്ഥരടക്കം വിനിയോഗിച്ചുകൊണ്ടാണ് ഇന്ന് ഈ വോട്ടർ പ്രക്രിയയിൽ തമിഴ്നാടിന്റെ വിധിയെഴുത്ത് നടക്കുന്നത്. 40 സീറ്റുകൾ, അതായത് പോണ്ടിച്ചേരി ഉൾപ്പെടെ 39 സീറ്റ് തമിഴ്നാട്ടിലും കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരി ഉൾപ്പെടെ 40 സീറ്റുകളിലായിട്ട് 923 സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ ജനവിധി തേടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തമിഴ്നാടിന്റെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ദ്രാവിഡ കക്ഷികളുണ്ട്, ദേശീയ രാഷ്ട്രീയത്തിന്റെ BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെ മത്സരിക്കുന്നുണ്ട്. അതുപോലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. 22 സ്ഥാനാർത്ഥികളാണ് കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിൽ ജനവിധി തേടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ നിൽക്കുന്ന നാഗർകോവിലെ ഈ മണ്ഡലത്തിൽ ഈ സ്കൂളിൽ കന്യാകുമാരിയുടെ ലോക്സഭ മുൻ MP ആയിരുന്ന അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയായിരുന്ന പൊൻ രാധാകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്തി പോകുന്ന സമയത്ത് അദ്ദേഹം നമ്മളോട് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കന്യാകുമാരി എന്ന് പറയുന്നത് അതൊരു ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം കന്യാകുമാരി മുതൽ കാശ്മീരം വരെയും കാഞ്ചി മുതൽ കാമരൂപം വരെയും ഭാരതം ഒന്നാണ് എന്ന് കരുതുന്ന തരത്തിലുള്ള ഒരു സൽഭരണത്തിന് കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യം സാക്ഷ്യം
സാന്നിധ്യം വഹിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന് ആ സൽഭരണത്തിന്റെ തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇത്തവണ ഉണ്ടാവുക എന്നതായിരുന്നു നരേന്ദ്രമോദി തന്നെ അടക്കമുള്ളവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനോടൊപ്പം ചേർത്തു തന്നെയാണ് പൊൻ രാധാകൃഷ്ണൻ അടക്കമുള്ള ആൾക്കാർ പറഞ്ഞത്. അഗസ്തീശ്വരത്തുള്ള ഗവൺമെന്റ് സ്കൂളിൽ 247ാമത്തെ ബൂത്തിലാണ് ഇവിടുത്തെ ഇന്ത്യ മുന്നണി സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായ വിജയ് വസന്ത് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെയുള്ള മറ്റൊരു ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായതുകൊണ്ട് ഇവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയായ ജയലളിതയുടെ പാർട്ടിയായ AADMKയുടെ സ്ഥാനാർത്ഥി നസ്രത്ത് വോട്ട് രേഖപ്പെടുത്തുക 9 മണിയോടുകൂടി തന്നെ നാഗർകോവിലുള്ള മറ്റൊരു സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. നമ്മൾ ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ സമയം ഏകദേശം 8 മണിയോട് അടുക്കുമ്പോഴേക്കും പോളിംഗ് ബൂത്തിലേക്ക് അമ്മമാരടക്കം അതുപോലെ സ്ത്രീ വോട്ടർമാരടക്കം യുവ വോട്ടർമാരടക്കം എല്ലാവരും എത്തുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 9.18 കന്യ വോട്ടർമാരാണ് തമിഴ്നാട്ടിൽ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ രാവിലെയൊക്കെ തന്നെ ഞങ്ങൾ ഇവിടെ എത്തുന്ന സമയത്ത് വലിയ ഒരു യുവ വോട്ടർമാരുടെ വലിയ നിര തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ അവിടെയൊക്കെ കാണുന്നത് പോലെ 2 വരിയായിട്ടല്ല, വനിതകൾക്ക് മറ്റൊരു വരിയും പുരുഷന്മാർക്ക് മറ്റൊരു വരിയുമായിട്ടല്ല ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത്. ഇവിടെ ഒരൊറ്റ കോമൺ വരിയായിട്ടാണ് വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നാഗർകോവിലെ ഒരു സ്കൂളിലാണ്. അവിടെ എല്ലാവരും വോട്ട് രേഖപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മഹോത്സവമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അവിടെ ജനാധിപത്യത്തിന്റെ ജനഹിതത്തിന്റെ ഈ രാജ്യം ആര് ഭരിക്കണം, ഈ രാജ്യത്തിന്റെ സ്ഥിതി എന്താകണം, ഈ രാജ്യം ഏതു തരത്തിൽ മുന്നോട്ട് പോകണം, ഈ രാജ്യത്തിന്റെ വികസനം എന്താണ് എന്നതിന്റെ 5 വർഷം കൂടുമ്പോഴുള്ള കയ്യൊപ്പാണ്, കൈച്ചാർത്താണ്